SSC ബാങ്ക് റെയിൽവേ എക്സാംസിൽ വിജയിക്കാനുള്ള സീക്രട്ട് ടിപ്സ് അറിയണ്ടേ? ഹായ്, ഞാൻ കിരൺ രവി, കോ-ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. കഴിഞ്ഞ 6 വർഷങ്ങളായി കുട്ടികളെ വിജയിക്കാനായി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില സീക്രട്ട് ടിപ്സ് പറഞ്ഞു തരട്ടെ. ഗവൺമെൻറ് എക്സാംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകൾ, ഗവൺമെൻറ് എക്സാമിൽ വിജയിക്കാനുള്ള മൈൻഡ് സെറ്റുകൾ, ഗവൺമെൻറ് എക്സാമുകളുടെ ബെനിഫിറ്റുകൾ, പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളെ കുറിച്ച് ഇവയെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. SSC ബാങ്ക് റെയിൽവേ എക്സാംസിലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഏതൊക്കെ? എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ് എക്സാമിലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന്. എഫക്റ്റീവ് എക്സാം പ്രിപ്പറേഷൻ നടത്താനായി ഇവ ഏതൊക്കെയെന്ന് നമുക്കിന്ന് നോക്കാം. 1. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ QA. QA ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ്. ഇതിൽ വരുന്ന വ്യത്യസ്ത ടോപ്പിക്കുകളാണ് അരിത്തമെറ്റിക്സ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി, ജോമെട്രി ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ടോപ്പിക്സ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും വളരെ ക്രൂഷ്യൽ പാർട്ടാണ്. 2. റീസണിങ് എബിലിറ്റി. ഈ സെക്ഷൻ നമ്മുടെ ലോജിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ തിങ്കിങ് ടെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ലൈക്ക് പസിൽസ്, സീരീസ്, അനലോഗി, സില്ലോജിസം എക്സെട്ര. ഈ സെക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്പീഡും ആക്യുറസിയും ഇംപ്രൂവ് ചെയ്യും. 3. ജനറൽ അവയർനെസ് സെക്ഷനിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി ആൻഡ് ജനറൽ സയൻസ് ടോപ്പിക്കുകൾ ഉണ്ടാകും. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നതും സ്റ്റാറ്റിക് GK ടോപ്പിക് സ്ട്രോങ് ആയിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4. ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ സെക്ഷനിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. റെഗുലറായ റീഡിംഗ്, കോംപ്രിഹെൻഷൻ പാസേജ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതേ കണക്ക് തന്നെ വൊക്കാബുലറി ബിൽഡിംഗ് നിങ്ങളെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം കൂടാതെ ചില ബാങ്കിങ് എക്സാംസിൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന കമ്പ്യൂട്ടർ അവയർനെസ് സെക്ഷനും ഉണ്ടാകും. ചില SSC എക്സാംസിൽ ഫിനാൻസ് ആൻഡ് എക്കണോമിക്സിൻ്റെ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന സെക്ഷനും ഉണ്ടായിരിക്കും. കർമ്മ അക്കാഡമിയിൽ കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റിനും ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻസ്, എക്സ്പേർട്ട് ഫാക്കൽറ്റി ഗൈഡൻസും കോംപ്രിഹെൻസീവ് റിസോഴ്സസും നൽകി ഓരോ സെക്ഷനും സ്ട്രോങ് ആക്കി നൽകാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ്റെ റിസോഴ്സസ് ഏതൊക്കെയെന്ന് അറിയില്ലേ? എല്ലാ വർഷവും ഉറപ്പായും കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന ഒരു സംശയമാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കേണ്ട ബെസ്റ്റ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ലെറ്റ്സ് മേക്ക് സംതിങ് ക്ലിയർ. വാട്ട് ടു സ്റ്റഡി, വാട്ട് നോട്ട് ടു സ്റ്റഡി. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6 ട്രൂത്ത്സ് അബൌട്ട് എക്സാം പ്രിപ്പറേഷൻ റിസോഴ്സസ് ആണ്. നമ്പർ 1, ഡിജിറ്റൽ റിസോഴ്സസ്. ഓൺലൈനിൽ ഒരുപാട് ആപ്പുകളും വെബ്സൈറ്റുകളും പഠനത്തിനായി അവൈലബിൾ ആണ്. ഒരു ഓൺലൈൻ റിസോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഡേഷൻസ്, അതായത് എക്സാംസിൽ വരുന്ന മാറ്റങ്ങളുടെ അപ്ഡേഷൻസ് ആ മെറ്റീരിയലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർമ്മ അക്കാഡമിയുടെ ആപ്പിൽ ഡിജിറ്റൽ റിസോഴ്സസിൽ എക്സാം അപ്ഡേഷൻസ് അനുസരിച്ച് റെഗുലറായി നമ്മൾ മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. 2. എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബുക്സും കോച്ചിങ് മെറ്റീരിയൽസും. ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളാണ് RS അഗർവാളിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെക്സ്റ്റ്, MK പാണ്ഡെയുടെ അനാലിറ്റിക്കൽ റീസണിംഗ് ടെക്സ്റ്റ് ബുക്ക്, റണ്ണൻ മാർട്ടിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്കുകൾ. ഏത് ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് വേർഷനാണ് അതെന്ന് ഉറപ്പുവരുത്തുക. കർമ്മ അക്കാഡമിയിൽ നമ്മുടെ സ്റ്റുഡൻസിനായി നമ്മുടെ R&D ടീം എക്സാം പാറ്റേണിലുള്ള സ്റ്റഡി മെറ്റീരിയലുകളും ടെക്സ്റ്റ് ബുക്കുകളും അപ്ഡേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നൽകാറുണ്ട്. 3. വീഡിയോ ക്ലാസ്സസ് ആൻഡ് ഓൺലൈൻ ലെക്ചേഴ്സ്. ഇവയുടെ പ്രത്യേകത, ഇവ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ എക്സ്പേർട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. യൂട്യൂബ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ ലഭിക്കും. അവ ഫ്രീയുമായിരിക്കും, പെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഫോളോ ചെയ്യുക. 4. സ്റ്റഡി ഗ്രൂപ്പ്സും പിയർസ് ഡിസ്കഷൻസും വളരെ യൂസ്ഫുൾ ആണ്. ഒരുമിച്ച് പഠിക്കുന്ന ആളുകളുടെ ഇടയിൽ ഐഡിയാസ് ഷെയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. 5. മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ പേപ്പേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എക്സാം പാറ്റേൺ സ്ട്രോങ് ആക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. 6. പേഴ്സണലൈസ്ഡ് ഗൈഡൻസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകളും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ മൈലേജ് തരുന്നു. കർമ്മ അക്കാഡമിയിൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനുകൾ, എക്സ്പേർട്ട് ഗൈഡൻസും എക്സാം പാസ്സാകുന്നത് വരെയുള്ള കണ്ടിന്യൂസ് സപ്പോർട്ടും നൽകി ഇംപ്രൂവ് ചെയ്യാറുണ്ട്. എപ്പോഴും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ റിസോഴ്സസ് ശ്രദ്ധിക്കുക. ആ റിസോഴ്സസ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡി പ്ലാൻ ആകാം, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആകാം, ക്ലാസ് നോട്ട്സ് ആകാം. ഇവ എന്താണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ക്വാണ്ടിറ്റിക്കല്ല. റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു സബ്ജക്റ്റിന് ഒരു സോഴ്സ് ഓഫ് മെറ്റീരിയൽ മാത്രം വെക്കുക. ഒന്നിലധികം മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ടൈം വേസ്റ്റ് ആകത്തതേ ഉള്ളൂ. നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകില്ല. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ കുറവാണെങ്കിൽ മാത്രം ആ ഒരു പോർഷൻ മാത്രം പുറത്തുനിന്ന് റെഫർ ചെയ്യുക. SSC ബാങ്ക് റെയിൽവേ എക്സാംസിൽ വിജയിക്കാനുള്ള കറക്റ്റായ മൈൻഡ് സെറ്റ് ഉണ്ടോ നിങ്ങൾക്ക്?
ഗവൺമെൻറ് സർവീസസിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ അക്കാഡമിക് പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കറക്റ്റായിട്ടുള്ള മൈൻഡ് സെറ്റ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികളെ വിജയിക്കാൻ വേണ്ടി അവരിൽ വളർത്തിയെടുത്തു വരുന്ന 6 മൈൻഡ് സെറ്റുകളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 1. ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രത്യേകമായ എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിലോ ഒരു പ്രത്യേകമായ പോസ്റ്റ് നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിൽ വ്യക്തത വരുത്തുക. ക്ലിയറായ ഒരു സ്ട്രോങ് എയിം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ടിന്യൂസ് ആയി മോട്ടിവേറ്റഡ് ആയി ഇരുത്തുകയും നിങ്ങളെ എക്സാം ക്വാളിഫൈ ചെയ്യുന്നിടം വരെ സഹായിക്കുകയും ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ചലഞ്ചിങ്ങും മനസ്സ് മടുക്കാൻ കാരണമാകാറുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിസൈലൻ്റ് ആയിക്കൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫുൾ സ്വിങ്ങിലേക്ക് തിരിച്ചെത്താൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ചെറിയ ചില പരാജയങ്ങൾ നമ്മുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസായി കാണുകയും അതുപയോഗിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രദ്ധിക്കുക. 3. ഡിസിപ്ലിനും ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി ടൈമും ബ്രേക്സും ബാലൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് അത് കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യണം. 4. ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് എപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ സഹായിക്കും. നിങ്ങളുടെ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പിയേഴ്സ്, നിങ്ങളുടെ ഗോൾസിൽ വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. എപ്പോഴും നെഗറ്റീവ് ഇൻഫ്ലുവൻസിന് യാതൊരു സ്കോപ്പും കൊടുക്കാതിരിക്കുക. 5. എക്സ്പേർട്സിൻ്റെ പക്കൽ നിന്നും പ്രിപ്പറേഷൻ ഗൈഡൻസ് സ്വീകരിക്കുക. കർമ്മ അക്കാഡമിയിൽ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയും മെൻറ്റേഴ്സും സ്റ്റുഡൻസിന് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസുകളും സ്ട്രാറ്റജികളും ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കറക്റ്റ് ട്രാക്കിൽ നയിക്കുന്നു. 6ാമത്തെ മൈൻഡ് സെറ്റ് എനിക്ക് പാരൻസിനോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് വളരെ വാല്യുബിൾ ആണ്. കുട്ടികൾ വിശ്വസിക്കുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ പോസിറ്റീവും ഫോക്കസ്ഡുമായി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കരിയർ ഗവൺമെൻറ് സർവീസിൽ സെറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഡിയർ സ്റ്റുഡൻസ്, always remember the journey to a successful career in government job needs a good mindset along with knowledge. Stay determined, stay disciplined and be successful. SSC, ബാങ്ക്, RRB എക്സാംസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ? ഒരു ജോലി ലഭിക്കുന്നതിനപ്പുറം ഒരു ഗവൺമെൻറ് ജോബിൻ്റെ 6 ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നമുക്കിന്ന് നോക്കാം. 1. ജോബ് സെക്യൂരിറ്റി. ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള ഒരു കരിയറാണ് ഗവൺമെൻറ് ജോബ്. എപ്പോഴും സ്റ്റേബിളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കരിയർ പാത്താണത്. 2. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഹൈ സാലറിയും റെഗുലർ ഇൻക്രിമെൻറ്റ്സും പെൻഷൻ, പ്രോവിഡൻറ്റ് ഫണ്ട് മുതലായ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും ഒരു ഗവൺമെൻറ് ജോബ് നമുക്ക് ഓഫർ ചെയ്യുന്നു. ഇത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒരു കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ സഹായിക്കുന്നു. 3. ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറിക്ക് പുറമെ പെർക്സും ബെനിഫിറ്റ്സും വളരെയധികം ലഭിക്കുന്നു. ഹൗസിംഗ് അലവൻസ്, ട്രാവൽ കൺസെഷൻ, മെഡിക്കൽ ഫെസിലിറ്റീസ് തുടങ്ങിയവ നമുക്കും നമ്മുടെ ഫാമിലിക്കും ലഭിക്കുന്നു. ഇവയിലൂടെ തന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് ഒരുപാട് കുറയാനും സഹായിക്കുന്നു. 4. കണ്ടിന്യൂസ് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും വഴി ഒരു ഗവൺമെൻറ് ജോബ് കരിയർ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുമായുള്ള അനേകം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകുന്നു. 5. ഒരു ഗവൺമെൻറ് സെർവൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന റെസ്പെക്റ്റും പ്രസ്റ്റീജും വളരെ വലുതാണ്. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഗ്രോത്തിൻ്റെ ഒരു പാർട്ടാകാനും ഈ ജോബ് നമുക്ക് ഓപ്പർച്യൂണിറ്റി നൽകുന്നു. 6. ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്യാത്തതായ ഗവൺമെൻറ് ജോബിൻ്റെ ഒരു ബെനിഫിറ്റാണ് വർക്ക് ലൈഫ് ബാലൻസ്. റെഗുലേറ്റഡ് വർക്കിംഗ് അവേഴ്സും നല്ല ലീവ് പോളിസീസും നമുക്ക് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. പാരൻസിനോടായി പറയാനുള്ളത്, കുട്ടികളുടെ ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെയും ഫാമിലിയുടെയും ഫ്യൂച്ചറിനായി നിങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത്. ഈ വീഡിയോയുടെ കണ്ടൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. Thank you for watching this video. It's Kiran signing off. Bye.